ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു MS5 ഗെയിമർ ഗൈസ്. നമ്മളിന്ന് കളിക്കുന്നത് ദ ബേബി നെല്ലോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ദ ബേബി നെല്ലോയിൽ നമ്മളെ ആക്ട് 4-ലെ 2 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മളെ സ്വന്തം ഇതാണ് ഗൈസ്. ഏതാണെന്ന് വെച്ചാൽ നമ്മളെ റെവലേഷൻ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പോട്ടിൽ കിടക്കുന്ന സമയത്ത് മറ്റേ ഏഷ്യൻ വണ്ണ് പോലത്തെ ഒരുത്തം വന്നാണ്ട് നമ്മളെ നോക്കി. എന്തായാലും നമുക്ക് നമ്മൾ എത്ര ദിവസമായി നമ്മളിവിടെ നിൽക്കണേന്ന് അറിയില്ല ഗൈസ്. ഇതേറ്റ് മറ്റേ ലോക്ക്ഡൗൺ പോയിട്ട് ഗൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആൻസർ ദ ഫോണ്. നമുക്ക് ഫോണിനോട് ആൻസർ ദ ഫോൺ അസൈൻ സിസ്റ്റർ. കുറച്ചൊക്കെ സൗണ്ട് കൂട്ടാം, തീരെ സൗണ്ട് ഒന്നും കൂട്ടണ്ട. ഓക്കെ ഗൈസ്. നമുക്ക് വേഗം ക്ലോക്ക് ചെയ്യും. ഇനി നമ്മൾ ടേക്ക് കാർഡ് ക്ലോക്ക് തുറന്നു. ഒരു ബേബി അവിടെ എത്തുന്നുണ്ട്. ദേഷ്യത്തിലാണ്, എന്താണാവോ? സൗണ്ട് കുറച്ച് കൂടിപ്പോയി. സൗണ്ട് വേണ്ട തൽക്കാലം. ഈ സൗണ്ട് കൂടി, ഇത് സൗണ്ട് ക്രമീകരിക്കാൻ പറ്റണേ. എന്താണെന്ന് അറിയില്ല ഈ ഗെയിമിലെ പ്രശ്നം. സൗണ്ട് കൂടുതലാക്കി എനിക്ക് ചവിടാനെടുക്കും, അതുകൊണ്ട് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മ്യൂസിക് ഓണാക്കാത്തത്. അപ്പോൾ ഞാനിത് എന്തായാലും ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ബേബിൻ്റെ തലയിൽ തൊപ്പി വെച്ച ബേബി. തൊപ്പി എന്ന് വെച്ചാൽ നമ്മളെ ക്രൗണ്ട് കിരീടം. ഓക്കെ, ഇവൻ്റെയും വെളി ഇട്ടത്. ഇനി നമുക്ക് മേലെ പോവാം. മേലെ എടുത്തതിനും കൂടി ഉണ്ടാകും. എവിടെയാണ് അവൻ? പൊടച്ചോനെ തീറ്റ കൊണ്ടാണെന്ന് തോന്നുന്നു. ഇവന് അത്യാവശ്യത്തിന് തടിയുണ്ട്, പക്ഷെ തടി കുറഞ്ഞു. പക്ഷെ ഇവൻ നല്ല ഉറക്കമാണ്. എന്താന്നാവും? ആദ്യം കിട്ടിയവനാണെങ്കിൽ കുറച്ച് ദേഷ്യത്തിലാണ്, രണ്ടാമത് കിട്ടിയത് നല്ല വിഷമത്തിലാണ്. ഇവനാണെങ്കിൽ ഇത് രണ്ടുമല്ല, ഉറങ്ങാണ് അവന്. എന്തായാലും ഈ ഷെഡ് ഇടുന്ന സമയത്തൊന്ന് നീച്ചോളും. ലെറ്റ്സ് ഗോ. 1 2 3. നമുക്കിനി ഒരാളെ നമുക്ക് അതിലോട്ടെ. Aquí si ti va a vini a copico poco. Bomboy, a ti si ti va a vini a copico poco. അപ്പോൾ ഇവൻ തന്നെ നമുക്ക് ലാസ്റ്റ് ഇട്ട് ഇവൻ തന്നെ നമുക്ക് ഇവിടെ അവലോട്ട് ചെയ്യാം. പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി. അമ്മമാരുടെ അമ്മമാർ നമ്മൾ ലോക്ക് ചെയ്ത് കഴിച്ചു. അമ്മമാർ നോക്കിക്കോ അവിടെ. എൻ്റെ പൊന്നെ, അയ്യോ ഇതെന്താ കൂടെന്താ? ഒന്ന് തെറ്റിപ്പോയി ഗൈസ്. ഓക്കെ, കോഡ് മനസ്സിലാവണേ. മഞ്ഞ പച്ച മഞ്ഞ 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 ബൾബുകൾ. ലെറ്റ്സ് ഗോ. സക്സസ്. ഇനി നമ്മളെ സ്ഥിരം തീ പിടിക്കട്ടെ അവന്. തീ പിടിക്കണ്ടേ. ലെറ്റ്സ് ഗോ. റെവല്യൂഷനാണ് ഗൈസ്. ഇവിടെയാണ് കുറച്ച് സീനി. ഇങ്ങനെ കറക്കുന്ന സമയത്ത് കണ്ടോ അവൻ്റെ കണ്ണ് ഇങ്ങനെ ഇതാവുന്നു. ഇനി നീല പച്ച പച്ച ചുവപ്പ് മഞ്ഞ. നീല പച്ച പച്ച ചുവപ്പ് മഞ്ഞ. ലെറ്റ്സ് ഗോ. വീണ്ടും സക്സസ്. വീണ്ടും അവിടെ പോയി കറങ്ങട്ടെ. ഓക്കെ, അവൻ തിരുമ്പി വന്നാച്ച്. ഓക്കെ. ഇനി എന്താ സംഭവിക്കുക? ബേബി പോയി. ഇനി എന്തുണ്ടാക്കും? നോ. ഇതെന്താ കുലുങ്ങണേ? പൊടച്ചോണി, ഇതെന്തിത്? എന്താന്നാ കുലുങ്ങുണ്ട് മൊത്തം. ഇമാര് നോക്കിക്ക. അവനെ കാണാനില്ലല്ലോ. അതാ അവനെ കാണാനില്ല. അവനിവിടെ നമ്മളോട് അങ്ങോട്ട് കയറാൻ പറയണേ. കയറിയ കുഴപ്പമുണ്ടാവും. എന്തായാലും നമുക്ക് കയറി വെക്കാം. നമുക്ക് അവനെ ആ ബേബീനെ തപ്പണം. ഓക്കെ, അവിടെ മറ്റേ സിമ്പിൾ ഉണ്ട്. പൊടച്ചോണി, ഇതെന്തത്? അടഞ്ഞ് കഴിച്ച് നമ്മൾ ഇവിടെ കയറി പോവും. നമ്മളീ ഷോപ്പിൽ ഏഷ്യൻ വണ്ണ് നമുക്ക് അതിനെ എന്തോ വിളിക്കുക. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. അവിടെയാണ് ഏഷ്യൻ വണ്ണ് എന്ന് പറയണേ. എന്ത് ചെയ്യും? ഇതെവിടെയാണ്? നമ്മൾ കേസ് ഇപ്പോൾ ഏതൊരു റെവല്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിനി എങ്ങോട്ടൊക്കെ പോവുകയാണ് കേസ്. മറ്റേ സിമ്പിൾ കേസ്, നമ്മളെ ബേബീൻ്റെ സിമ്പിൾ
കാണുന്നുണ്ട്. അവിടേക്ക് പോവുകയാണ് ഗൈസ്. ഇവിടെ തന്നെ നമ്മൾ ഇപ്പോൾ എവിടെ എത്തി? തുറക്കെ ക്രൗൺ ചൈൽഡ് കെയറിൻ്റെ പൊന്നി തന്ത്ര കൊല്ലാണ്. പടച്ചോനത് വലിയ ബേബീസ്. എൻ്റെ പൊന്നെ നമുക്ക് ക്ലോക്ക് ഇടാം. എന്തോ കുഴപ്പമില്ല. അയ്യോ ടൈമറാ പടച്ചോനെ. നമുക്ക് എല്ലാം കൂടി ചെയ്യണം. അല്ലോ ഇവിടെ ഒരുപാട് ക്ലോക്കാണ്. ഓക്കെ നമുക്ക് എല്ലാം കൂടി വെക്കാം. എന്താ പൊന്നെ സമയം വൈകുന്നതിന് മുമ്പ് ഒക്കെ സെറ്റാക്കണം. ലെസ്കോ ഓക്കെ ലെസ്കോ. എടാ ഇവിടെയുള്ള എല്ലാം കൂടി വെച്ച സക്സസ് ആണെന്നാ തോന്നണേ. ലെസ്കോ. ഒരു സമയം 14 എത്തി. എൻ്റെ പൊന്നെ വേഗം വെക്ക്. ലാസ്റ്റത്തിൽ ഒന്ന് വെക്കണം. പടച്ചോനെ അല്ലോ പടച്ചോനെ ഐ അങ്ങോട്ട് വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാ. എന്നാൽ ക്ലോക്ക് സമയം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? പടച്ചോനെ കണ്ണു അല്ലോ ബേബി. പടച്ചോനെ തുറക്കെ അല്ലോ എന്താണ്ടായേ? അല്ലോ ഒരു ബേബി 2 ബേബി. പടച്ചോനെ നമ്മള് കഥ കഴിഞ്ഞ് തീർത്തിട്ടുണ്ടാവനെ. ഇനിയിപ്പോൾ എന്താ ഉണ്ടായ? വീണ്ടും നമ്മൾ അങ്ങോട്ട് എത്തി. ഇനി നമുക്ക് വീണ്ടും ആ സിമ്പിളിൽ വെക്കാം. ഇനി വേറെ എന്താ ഉണ്ടാവാൻ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്താണ് ഗൈസ്. എനിക്കറിയില്ല ഗൈസ് ഇതേതാ സ്ഥലം എന്നേ. ഓക്കെ ഇതൊക്കെ കുഞ്ഞ് ബേബി, ഇത്തിരി ഉള്ളു ബേബി. എന്താ ചെയ്യാ? വെള്ളം. ഇതെന്താ ചെടിയാ? ബേബി എന്താ ചെടിയാണോ? ഓക്കെ ബേബി ചെടിയുമായി വളർന്നു വന്നു. മുഴുവൻ ഞാൻ ടെലിസ്കോ. ഓക്കെ ഇനി അടുത്ത വെള്ളം വരട്ടെ. ഓക്കെ വന്നു. ഇനി വീണ്ടും നനയ്ക്കണം. വീണ്ടും സീനാക്കുന്നത്. വലുതായി. എൻ്റെ പൊന്നെ നല്ല വലിപ്പമുണ്ടായി. ഇപ്പോൾ കുറച്ചൊക്കെ നല്ല വലുതായി. ഇനി എന്ത് ചെയ്യും? അയ്യോ എന്തുണ്ടത്? പടച്ചോനെ അവനൂടെ അവനാകുമ്പോൾ വലുതായി. പടച്ചോനെ ഇനി എന്ത് ചെയ്യും? ഹീസ് ഗ്രോത്ത്. ഇനി എന്താ ചെയ്യണേ? നമ്മളങ്ങോട്ട് ചാടാ. പടച്ചോനെ അവൻ നമ്മളെ ബെസ്റ്റ് പഠിച്ച്. ഇതൊക്കെ ബേബിയാണോ അതോ വലിയ എന്തൊക്കെയോ ആണ്? നമുക്കെന്തായാലും നമുക്കൊന്നും കൂടി പോകാം ഗൈസ്. ആക്ട് 4 തന്നെ 2025 ഇറങ്ങിയത്. അപ്പം നമുക്ക് ആക്ട് 6 ഒക്കെ എന്നായിരിക്കും? ഓക്കെ അപ്പം ലെസ്കോ. ഇവിടെ എന്തോ സിമ്പിൾ ഉണ്ട് ഗൈസ്. എനിക്ക് സിമ്പിൾ അറിയാം ഗൈസ്. അപ്പോൾ നമ്മളെന്ത് ഗൈസ് ഇവിടെ മിററിൽ സിമ്പിൾ കാണിക്കണ്ട. അപ്പോൾ ഒരു സിമ്പിൾ ഞാൻ കണ്ടു, 2 സിമ്പിൾ കണ്ടു, 3 സിമ്പിൾ കണ്ടു. ഓക്കെ ഇനി ഇവിടെ എന്തെങ്കിലും സിമ്പിൾ ഉണ്ടോ? ലെസ്കോ സിമ്പിൾ എനിക്ക് എല്ലാം മനസ്സിലായി. ഇത് ട്രയാങ്കിൾ എനിക്കറിയാം. ട്രയാങ്കിൾ ഇതാ തോന്നുന്നു. കറക്റ്റ് ഓർമ്മ നോക്കട്ടെ നേരിക്കെ. ഓക്കെ ട്രയാങ്കിൾ തന്നെ ഞാൻ തന്നെ. ഇനി സ്ക്വയർ വരാൻ. സ്ക്വയർ ഇവിടെ നിന്നായിരിക്കും കാണണ്ടേ. പിന്നെ മറ്റേതും കാണുന്നുണ്ട്. ഇവിടെ വരാ. ഇതല്ലേ? മറ്റേത് ഞാൻ കോളാക്കി അറിയാതെ. ഓക്കെ ഇത് ലെസ്കോ. സർക്കിൾ എന്താണ്? ഓക്കെ ഈ ഡോറിൻ്റെ ഇവിടെ എന്തേനും? ഇങ്ങനത്തെ ഒരു വര, വട്ടത്തിൽ നേരെ ഒരു വര, അതാണല്ലേ? ഓക്കെ സെറ്റ്. ഇനി ഇവിടെ സ്ക്രൂ തുറന്നു. നമ്മളെ ഏഷ്യൻ വണ്ണിൻ്റെ മാസ്ക്, ഏഷ്യൻ വണ്ണിൻ്റെ ഡ്രസ്സ് ഇട്ടുകാണ്ട് ഇങ്ങനത്തെ ഒരു മാസ്ക് ഇട്ടുകാണ്ട് വന്നില്ല. അത് ഈ ഒരു മാസ്കാണ്. അപ്പോൾ ഗൈസ് നമ്മളിതിട്ടാൽ നമ്മളെ ഏഷ്യൻ വണ്ണായി. ലെറ്റ്സ് ഗോ. നമുക്കിനി ടൈമിനെ നമുക്ക് ലൂപ്പാക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഗൈസ് കണ്ട അല്ലോ ഇതെന്താ? കണ്ണാടിയിലുള്ള നമ്മളെ പ്രതിബിംബം നമ്മൾ പിടിച്ചതെന്താ? എന്തേലാട്ടെ വീണ്ടും നമ്മൾ പെടുത്തി. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ണാടിയിൽ നമ്മൾ പ്രതിബിംബത്തിനെ നമ്മൾ കണ്ടു, നമ്മൾ ആക്ഷൻ വണ്ണായിട്ടുള്ള പ്രതിബിംബം. അപ്പോൾ അത് നമ്മൾ പിടിച്ചേക്കാം. ഞാൻ അങ്ങോട്ട് നേർക്ക് നോക്കിയപ്പോൾ എന്താന്നാവോ? എന്താലേ? ഓക്കെ ഇതാണ് മറ്റേ ട്രീയേ. എൻ്റെ പൊന്നെ നമ്മൾ ആദ്യം ഈ ബേബിൻ്റെ സീരീസിൽ മെയിനായിട്ടുള്ളൊരു സാധനമാണ് ഈ ട്രീ. നമുക്ക് എവല്യൂട്ട് ചെയ്ത് ബേബിനെ കിട്ടി. ബാക്കിയുള്ളവരൊക്കെ എവിടെ നിന്നാവാം? ഒരുമാർ കള്ളന്മാർ അവിടെയൊക്കെ ഉണ്ട്. കൊച്ചു കള്ളന്മാർ. ഇത് പറ്റി ലോക്ക്ഡൗൺ പോയിട്ട് എന്താ അത്? ഇനി നമ്മുടെ സാധാരണ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ചെയ്താൽ ഇവിടെയൊക്കെ കഴിഞ്ഞു. ഓക്കെ ഇനി നമുക്ക് അവനെ സൈൻ ചെയ്യാം. ലെറ്റ്സ് ഗോ.
ഞങ്ങൾക്ക് എൻ്റെ ലോക്ക്ഡൗൺ ചെക്ക് യുവർ ഇമെയിൽ. എന്തും അത് പോയില്ല. പക്ഷേ ഇമെയിൽ ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഫോട്ടോ മെസ്സേജ് സബ്മിറ്റ് റിക്വസ്റ്റഡ്. അയ്യോ കമ്പ്യൂട്ടർ അടിച്ചു പോയി. എടാ കള്ള കമ്പ്യൂട്ടർ അടുപ്പിച്ചാണ്ട് ഇവനൊക്കെ ഡാടാ നിനക്ക് ശിക്ഷ. നമുക്ക് ശിക്ഷ കൊടുക്കാം. പക്ഷെ ഇത് ലോക്കായല്ലോ. എനിക്ക് ശിക്ഷ കൊടുക്കാം. നിനക്ക് അടി കിട്ടും. അത്രേ ഉള്ളൂ. നീയൊക്കെ അവിടെ ഇരുന്നോ, ഞാൻ പോട്ടെ. ഇതിൻ്റെ അപ്പുറം വേറെ ലോകം. അതെങ്ങനെ വേറെ ഇതുണ്ടോ? ഇത് ലോക്കാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്താന്നാവോ. ഇവിടെ കൺട്രക്ഷൻ ലോക്കഡ്, ഇവിടെ റിഫ്ലക്ഷൻ ലോക്കഡ്. നമുക്ക് ഇങ്ങോട്ടാണ് വേണ്ടത്. ഇവിടെ ലൈബ്രറി അതും ലോക്ക്, ഇവിടെ ഒറിറി അതും ലോക്ക്. ഒക്കെ ലോക്കാണ് സെക്ഷൻ പറഞ്ഞത്. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ലെറ്റ്സ് ഇനി എന്ത് ചെയ്യേണ്ടത്? സിറ്റ് ഡൗൺ, റീഡ്, വായിക്കണം ഇതൊക്കെ. ഓക്കെ എന്തൊക്കെ ഒന്നും മനസ്സിലായില്ല. നമുക്ക് എന്തായാലും ടേൺ ഓൺ. ഓക്കെ നമ്മളെ ഏതൊരു ലാപ്ടോപ്പ് ടീഷർട്ട് ക്രൗൺ ഇൻസ്ട്രുമെൻറ്റ് ഫിക്സിംഗ് എക്സ് ഇൻസ്റ്റലേഷൻ സ്ലോ ടൈം ആഡിങ് വെൽക്കം അഡ്മിൻ അക്കൗണ്ട്. നമ്മൾ പുതിയ അക്കൗണ്ട് ആകണം. വേട്ട് ഈസ് ദ ഫസ്റ്റ് നെയിം. നമ്മളെ പേരെന്താണ് അതെനിക്കറിയില്ല. അംബ്രോസ് അല്ലേ? ആണ് അംബ്രോസ്. നമ്മളിപ്പോൾ എന്തിനാണ് റിസർച്ച് ചെയ്യണത്? പ്ലാന്റ് ആണ്. സ്റ്റാർ സൈനർ അതാരാ? ഓത്ത് ബ്രേക്കർ ഓണേ. നമ്മളെ സ്റ്റോപ്പസ് നിക്കോളാസ്. നമ്മളെ തരുന്നത് നിക്കോളാസ്. അസെക്സ് ഗ്രാൻഡ്. നമുക്ക് നമ്മളെ സാധാ അക്കൗണ്ട് തിരിച്ചിട്ട് അഡ്മിൻ റിക്വസ്റ്റ്. എൻ്റെ ലോക്ക്ഡൗൺ. ഞാൻ ലോക്ക്ഡൗൺ എൻ്റെ ആക്കി. ലെറ്റ്സ് ഗോ. ലോക്ക്ഡൗൺ പോയി. പക്ഷേ ഏഷ്യൻ വണ്ണാണ് ബേബിനെ പിടിച്ചാ. നോക്കട്ടെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഗൈസ്. എൻ്റെ പൊന്നെ അവർ ബേബിനെ പിടിച്ചെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് ആ ഭാഗത്തൊന്ന് പോയേക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ലോക്ക്ഡൗൺ അവസാനിച്ചു. ലെറ്റ്സ് ഗോ. ഇതാണ് ഈ ഒരു എപ്പിസോഡ്. ലെറ്റ്സ് ഗോ. ഇനി എന്ത് ചെയ്യാം? നോ ഗൈസ് എവിടെ എത്തി? ഗൈസ് ഇവിടെ എന്തുകൊണ്ടല്ലോ നമ്മൾ ഇങ്ങോട്ട് പോകണോ? പഠിച്ചാൽ നമ്മൾ വീണ്ടും ചടാൻ പോകണം ഗൈസ്. ഈ ഒരു ഭാഗത്ത് എന്താണെന്ന് അറിയില്ല. നമ്മൾ ഈ വീഡിയോ ആദ്യത്തെ 2 ചാപ്റ്ററിലാണെങ്കിൽ ഇവിടെ നിന്ന് ബേബി പൊന്തി വരുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഗൈസ്. ഇവിടെ എന്താ സംഭവം എന്നറിയില്ല. എൻ്റെ പൊന്ന് ഗൈസ് ഇത് ഏതാ ലോകം? എൻ്റെ പൊന്ന് ഇത് മറ്റേ ഹെല്ലോ ഗൈസ്. ശരി ഇതെന്താ സ്ലോയിൽ നടക്കണേ? ഓയ്സ് ഇവിടെയൊക്കെ കാട്, അവിടെ ഒരു കോട്ടാണ്. പഠിച്ചോനെ അതൊന്നും കാണാൻ ബാക്കിൽ മൊത്തം ഇരുട്ടാണ്. എൻ്റെ പൊന്നെ എടാ പ്ലാന്റ് ആണ് ഗൈസ്. മറ്റേ ബേബി ഉണ്ടാവണ പ്ലാന്റ് ഗൈസ്. ഇവന്മാർ പ്ലാന്റിലാണ് ജനിക്കാറ്. പ്ലാന്റ് മുട്ടയില് മുട്ട പ്ലാന്റ് മാറി ഗൈസ്. അതേമാതിരിയാണ് ഗൈസ്. നന്നായി. ഇത് തുറക്കാനൊന്നും പറ്റൂല. നല്ല മൂടിക്കാടാണേ. നമ്മൾ എടുത്ത് അതാരത്? കണ്ട ഇവന്മാരൊക്കെ. നമ്മളിപ്പോൾ എവിടെയോ എത്തി. എവിടെ എത്തി? ഇത് റാണിൻ്റെ ജോയിൻ തന്നെ. നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യണോ എന്ന് ആലോചിക്കണേ. ഇത് നമുക്കിത് ജോയിൻ ചെയ്യണോ? ജോയിൻ ചെയ്താൽ ഈ ഒരു സ്ത്രീ പറയണ നമ്മൾ കേൾക്കേണ്ടി വരും. ബ്ലാക്ക് ക്യാറ്റ്. ആക്ട് 3 ബ്ലാക്ക് ക്യാറ്റ് ഇവനാണല്ലോ നിക്ലോസാനെ കൊണ്ടുവന്നത്. ഇവരെപ്പോണേ എന്താന്നാവോ എനിക്കറിയില്ല. ബ്ലാക്ക് ക്യാറ്റിനെ പറ്റി. ബ്ലാക്ക് ക്യാറ്റ് ജീനിയസ് ആനിമലാന്ന് തോന്നുന്നു ഗൈസ്. നമ്മളെ ബ്ലാക്ക് ക്യാറ്റ് എനിക്കറിയില്ല കറക്റ്റ് ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും എന്തൊക്കെയോ ഉണ്ടാവണ്ടേ. വേൾഡ് ദുരന്തം ഉണ്ടാവുകയാണ്. ഞാനാണ് ഈ വേൾഡിനെ നശിപ്പിക്കാൻ പോവാണേ. നീ എന്നെ സഹായിക്കണം എന്നൊക്കെ എന്തൊക്കെയോ പറയണ്ടേ. എന്തൊക്കെയൊക്കെ കാണിക്കണ്ടേ. ഇപ്പം ഒത്തും മനസ്സിലാണ് ഈ കുട്ടികളൊക്കെ എൻ്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞാണ് എന്തൊക്കെയൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെയൊക്കെ കാണിക്കണ സമയത്ത് നല്ല ഇടിയൊക്കെ വിട്ടുണ്ട്. എന്താന്നാവും ഗൈസ്. ഇനി എന്താ ചെയ്യാൻ പോണേ? സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ആസ് നത്തിങ് വിൽ സ്റ്റാൻഡ് ഹിസ് ഗ്രൗത്ത്. എന്തൊക്കെയൊക്കെ പറയണ്ടേ. ഗൈസ് എന്തടി കാണിക്കണേ? കുറച്ചുകൂടി വലിയൊരു ഷോക്ക് അടിക്കാനാണ് നമുക്ക് ചാൻസ് എന്ന് തോന്നുന്നു. ഇത് വലിയൊരു ഷോക്ക് അടിച്ചു ഗൈസ്. ലാസ്റ്റ് വെച്ച് അടിച്ചത് വലിയൊരു ഷോക്കാണ്. അതല്ല എന്നൊക്കെ പറയണ്ട ഗൈസ്. അപ്പോൾ എന്തുണ്ടായത് ഗൈസ്? അപ്പോൾ ഗൈസ് ഈ ചാപ്റ്റർ കഴിഞ്ഞെന്നാ തോന്നണേ. ഇനി ഗൈസ് നമ്മളെ
എപ്പിൽഗിയോ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് ഗൈസ്, നമുക്ക് നോക്കാം, അതും കൂടി നോക്കാം. എന്തായാലും ഈ വേവിനെല്ലോൻ്റെ ഇത് ഇത് മറ്റേ നോക്കാം. എടാ ആക്ട് 3 ലാസ്റ്റുള്ള ഭാഗം തുടങ്ങി ഗൈസ്. നിക്കോളാസിനെ ന്യൂട്ടിനെയും കൊണ്ട് അടുത്ത് മറ്റേ ന്യൂട്ടാണ് ഗൈസ്. ന്യൂട്ടിനെയും കൊണ്ട് നമ്മളപ്പം വന്നു ഗൈസ്. നമ്മളെ ബേബി ഓൻ്റെ തലക്കണം. എൻ്റെ മോനെ ഗൈസ് നമ്മൾ 3 പേര് ബേബീസ് എല്ലാവരും കൂടി നമ്മളെ നിക്കോളാസിനെ അറ്റാക്ക് ചെയ്യാണ്. നിക്കോളാസ് അത് 2 ബേബീസിനെ ചവിട്ടി തെറിപ്പിച്ചു മീൻസ് നമ്മളെയും കൊണ്ട് പോവാണ്. അവിടെ കിടക്കുന്നുണ്ട്. എന്താണ് ഗൈസ് അറ്റങ്ങൾ ഡോറ് പൊളിച്ചു വരണേ ബേബികള്. ഗൈസ് വേഗം പോട്ടെ. ആക്ട് 3 ആകെ ആക്ട് 2 മാത്രമേ നല്ലൊരു എൻഡിങ് ഉള്ളൂ. ബാക്കിയുള്ള 3 ആക്സിനും ദുരന്തമായിട്ടുള്ള എൻഡിങ്ങാണ് ഗൈസ് ഈ ഒരു ബേബിനെല്ലോല്. അബൌട്ട് യു നമ്മളെ മറ്റേ മിററിലേക്ക് നമ്മളെ ഡ്രോയിങ്ങിലേക്ക് എങ്ങോട്ടൊക്കെ അയച്ചിക്കണ ഗൈസ്. മറ്റേ റൂമിലേക്ക് നമ്മൾ എങ്ങോട്ടൊക്കെ അയച്ച്. ഇനി എന്താ ആക്ട് 5 എനിക്ക് തോന്നുന്നു നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ അവിടെ നിന്ന് വരുന്നതായിരിക്കും ഗൈസ്. എനിക്ക് മനസ്സിലായി ഗൈസ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ് പറഞ്ഞ അപ്പുറത്തേക്ക് എന്തിനാ ഇനി 4 ബേബീസാണ് നമ്മൾ ഇതൊക്കെ. ആദ്യമൊക്കെ ഒരു ബേബിയുള്ളൂ, ഇനി ഇപ്പോൾ 4 ബേബികളൊക്കെ വരും. അപ്പോൾ ആക്ട് 5 വരാണെങ്കിൽ നമ്മൾ ഒരിടത്തിന് പിടിക്കും. അപ്പോൾ ഇതന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ.